തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. മാക്കമ്മൂലയിലെ കാർഷിക നഴ്സറിയിൽ നിന്ന് ആന ചക്കയിടുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ആനയ്ക്കൊക്കെ എന്തെല്ലാം ജോലി അറിയാം. ഇപ്പോൾ ചക്ക ഇടാൻ അറിയാം, തേങ്ങ അടത്താൻ അറിയാം, എന്തെല്ലാം പുതിയ പുതിയ കാലമാണിത് എന്നുള്ളതാണ്. ആനയ്ക്ക് ദാരിദ്ര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ ആന ഈ ചക്ക ഇടാൻ നിൽക്കില്ലല്ലോ, വലിയ മെനക്കെട്ട പരിപാടിയില്ലേ. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ഈ ആനയുടെ കഥയുമായി നമുക്കൊപ്പം ചേരുകയാണ്. സുർജിത്ത്, ഈ ചക്ക ഇടുന്ന ആന അവിടെ മാത്രമേ ഉള്ളൂ? ഇത് നീലഗിരിയിലാണ് SKN. ആന വരുന്നു, പ്ലാവിൽ കയറുന്നു, ചക്കയിടുന്നു, തിന്നുന്നു, പോകുന്നു. അതാണ് കാഴ്ച. എന്തായാലും ഗൂഡല്ലൂരിലാണ് ഈ ആനയുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. പല മേഖലയിലും കാട്ടാന ശല്യമുണ്ട്. തൊറപ്പള്ളി, കുനിയിൽ, മാക്കാമൂല, അള്ളൂർവയൽ തുടങ്ങിയ മേഖലയിലെല്ലാം തന്നെ കാട്ടാനകൾ വലിയ രീതിയിൽ ഭീതി പരത്തുന്ന വിധം ശല്യമുണ്ട്. ഇത് മാക്കാമൂല കാർഷിക നഴ്സറിയാണ്. നഴ്സറിയിൽ നിന്നുള്ള രംഗമാണിത്. ഒരാൾ അത് ദൃശ്യം പകർത്തുന്നുണ്ട്. അപ്പോൾ നായ്ക്കളുണ്ട്. ഇതിനിടയിലേക്കാണ് ആന കടന്നു വരുന്നത്. കാട്ടാന കടന്നു വന്ന് നേരെ വന്ന് പ്ലാവിൽ കയറി അത് ചക്ക ഇടുകയാണ്. ചക്ക ഇട്ട ശേഷം അത് അവിടെ വെച്ച് തന്നെ തിന്ന് അത് കടന്നു പോകുന്ന ഒരു ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. നിരന്തരം കാട്ടാനകൾ ഈ മേഖലയിലുണ്ട്. ഇപ്പോൾ കാർഷിക നഴ്സറിയിൽ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടം വരുത്തി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൃഷി സാധനങ്ങളെല്ലാം തന്നെ ഉള്ള ചെടികളും മറ്റും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ്. അതെല്ലാം തന്നെ ചവിട്ടി മെതിച്ചാണ് കാട്ടാനകൾ കടന്നു പോകുന്നത്. ഒറ്റപ്പെട്ട അനുഭവമല്ല. പ്രദേശം തോട്ടങ്ങൾ ഉൾപ്പെടെ നിറഞ്ഞ മേഖലയാണ്. വനത്തോട് ചേർന്ന് കിടക്കുന്ന പല പ്രദേശങ്ങളും ഈ ഗൂഡല്ലൂരിനോട് ചേർന്നുള്ള മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് ഈ മുതുമല ടൈഗർ റിസർവിൻ്റെ ഭാഗമായി കിടക്കുന്ന, അതിനോട് ചേർന്ന് കിടക്കുന്ന ജനവാസ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് വന്യമൃഗ ശല്യം രൂക്ഷമാകുന്ന ഒരു സ്ഥിതി ഉള്ളത്. നിരന്തരം കാട്ടാനകൾ മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങളും പുലിയും കരടിയും കടുവയും എല്ലാം തന്നെ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഈ ഒരു ദൃശ്യം കൂടി പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ആന ചക്കയിട്ട് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. SKN. ഓക്കെ, സുർജിത്ത് അയ്യപ്പത് പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. ആന വന്നു പ്ലാവിൽ കയറി എന്നുള്ള രീതിയിലുള്ള പ്രയോഗം. ആന പ്ലാവിൽ കയറിയില്ല, താഴെ നിന്ന് തന്നെ ചക്ക വലിച്ചിടുകയായിരുന്നു.